ദൈവത്തിന് സ്തുതി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം എന്നുള്ള വായന 18-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. 18-ാം അധ്യായത്തെ രണ്ടായിട്ട് തിരിക്കുകയാണ്. ഫസ്റ്റ് ഭാഗമെന്നും സെക്കൻഡ് ഭാഗമെന്നും. ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ ഈ അവസരത്തിൽ വായിച്ചു കേൾക്കുന്നത്. വ്യക്തിപരമായ ഉത്തരവാദിത്വം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി നിങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് എന്തിന്? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേലിൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്. പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രനും ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവൻ്റെ ജീവൻ നശിക്കും. ഒരുവൻ നീതിമാനും നീതിയും ന്യായവും അനുസരിച്ച് പ്രവർത്തിക്കുന്നവനും ആണെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വച്ച് ഭക്ഷിക്കുകയോ ഇസ്രായേലിലെ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്തുകയോ ചെയ്യുന്നില്ല. അവൻ അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയോ ആർത്തവകാലത്തെ സ്ത്രീയെ സമീപിക്കുകയോ ചെയ്യുന്നില്ല. അവൻ ആരെയും പീഡിപ്പിക്കുന്നില്ല. കടക്കാരന് പണയവസ്തു തിരികെ നൽകുന്നു. കൊള്ളയടിക്കുന്നില്ല. അവൻ വിശക്കുന്നവന് ആഹാരം നൽകുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. അവൻ പലിശ വാങ്ങുകയോ ലാഭമെടുക്കുകയോ ചെയ്യുന്നില്ല. അകൃത്യങ്ങൾ ചെയ്യുന്നില്ല. മനുഷ്യർ തമ്മിലുള്ള തർക്കത്തിൽ സത്യമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നു. അവൻ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും പ്രമാണങ്ങൾ വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്യും. അവനാണ് നീതിമാൻ. അവൻ തീർച്ചയായും ജീവിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. എന്നാൽ അവന് കൊള്ളക്കാരനും കൊലപാതകിയുമായ ഒരു പുത്രനുണ്ടെന്നിരിക്കട്ടെ. അവൻ തൻ്റെ പിതാവ് ചെയ്തിട്ടില്ലാത്ത തിന്മകൾ ചെയ്തു പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്തുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. അവൻ ദരിദ്രരെയും അഗതികളെയും പീഡിപ്പിക്കുകയും കൊള്ള ചെയ്യുകയും പണയവസ്തു തിരിച്ചു കൊടുക്കാതിരിക്കുകയും വിഗ്രഹങ്ങളുടെ നേരെ കണ്ണുയർത്തുകയും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്തേക്കാം. അവൻ പലിശ വാങ്ങുകയും ലാഭമെടുക്കുകയും ചെയ്യുന്നവനായിരിക്കാം. അങ്ങനെയെങ്കിൽ അവൻ ജീവിക്കുമോ? ഇല്ല. ഈ മ്ലേച്ഛതകളൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് അവൻ തീർച്ചയായും മരിക്കും. അവൻ്റെ രക്തം അവൻ്റെ മേൽ തന്നെ പതിക്കും. എന്നാൽ ഈ മനുഷ്യനൊരു പുത്രൻ ജനിക്കുകയും അവൻ തൻ്റെ പിതാവിൻ്റെ പാപം കണ്ട് ഭയപ്പെട്ട് അതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അവൻ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷിക്കാതിരിക്കുകയും ഇസ്രായേൽ വിഗ്രഹങ്ങളുടെ നേർക്ക് കണ്ണുകൾ ഉയർത്താതിരിക്കുകയും അയൽവാസിയുടെ ഭാര്യയെ മലിനപ്പെടുത്താതിരിക്കുകയും ചെയ്യുന്നു. അവൻ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല. പണയം തിരിച്ചു കൊടുക്കുന്നു. കൊള്ള ചെയ്യുന്നില്ല. അവൻ വിശക്കുന്നവന് തൻ്റെ ആഹാരം കൊടുക്കുകയും നഗ്നനെ വസ്ത്രം ധരിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. യഹോവേ, അങ്ങയുടെ അരുളപ്പാടുകൾ എസെക്കിയേൽ പ്രവാചകന് നൽകുന്നതിന് നന്ദി പറയുന്നു. പഴയ അധ്യായങ്ങളിൽ എസെക്കിയേൽ പ്രവാചകൻ വിഗ്രഹ ആരാധനകളെക്കുറിച്ച് വ്യഭിചാരത്തെക്കുറിച്ചുമുള്ള പാപങ്ങളാണല്ലോ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് അതിൽ നിന്ന് പിന്മാറുവാൻ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞങ്ങൾ കാണുന്നു, കള്ളപ്പലിശകൾ വാങ്ങുകയും നഗ്നനെ ഉടുപ്പിക്കാതിരിക്കുകയും ഭക്ഷണം പങ്കുവയ്ക്കാതിരിക്കുകയും ചെയ്യുന്നത് പാപമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉള്ളതനുസരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മറ്റുള്ളവരുടെ നന്മകൾ കണ്ട് നന്ദി പറയുവാനുമുള്ള ഒരു നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണമേ. കൊള്ള മുതൽ
ആഗ്രഹിക്കാതെയും പങ്കുപറ്റാതെയും ഇരിക്കട്ടെ. ജീവിത വിശുദ്ധിയോടെ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ. അതിനുവേണ്ടി എല്ലാ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളിതെല്ലാം പങ്കുവെക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ.